ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസി അമേൻ ഓർമ്മിച്ചതുപോലെ 2 പ്രാവശ്യം അമേൻ സ്തോത്രം ഞാൻ ദൈവവചനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേപോലെ ഒരു രാത്രിയിലാണ്, രണ്ടാമതൊരു പ്രഭാതത്തിൽ അമേൻ സ്തോത്രം 5 മണിക്കുള്ള സമയത്തിലാണ്. വീണ്ടും ആമേൻ സ്തോത്രം ഒരു വട്ടം കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്ത് കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാൻ സർവ്വ കൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിന് നേതൃത്വം നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസി, പ്രിയ വിനയാന്റി, വർഷിപ്പ് ചെയ്ത പ്രിയ വത്സല്യ കുടുംബം, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം, അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം, അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. കേൾക്കപ്പെട്ട തിരുവെഴുത്തിനകത്ത് ഇന്ന് രാത്രികാലം മാനുഷികമായ ഒരു ശബ്ദമല്ല നമ്മളോട് സംസാരിക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി സംസാരിക്കേണ്ടതിനായി നമുക്ക് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറത്തനുമായിരിക്കുന്ന സ്വർഗ്ഗ നല്ല രാജാവേ, കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തന്നിരിക്കുന്ന തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ കാതുകളിൽ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ദൈവത്തിൻ്റെതാകുന്നു, ഇത് ബന്ധനമില്ലാത്ത വചനമെന്ന് തിരുവെഴുത്തിന്റെ അകത്ത് വായിച്ച് കേട്ടതുപോലെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഹൃദയങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, വചനം ദൈവത്തിൻ്റെതാകുന്നു. കർത്താവെ, ഹല്ലേലൂയ. കേൾവിക്കാരുടെ മുമ്പിൽ കർത്താവ്, ജനത്തിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാ വ്യക്തിപരമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രാർത്ഥനയാചനമെല്ലാം കേട്ടിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായിരിക്കുന്ന നാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ. 25-ാം വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. മതി. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നല്ലൊരു വേദചിന്തയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആന്തരമായി നാം വായിച്ചു കേട്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം, അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ ഉൽപ്പത്തിയുടെ പുസ്തകം ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമുക്ക് കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ആരംഭത്തെ പുസ്തകമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ ഒന്നിലൊന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് തുടങ്ങി അവസാനം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഒരു ഭക്തന്റെ മരണം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തിരുവെഴുത്ത് പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് അത് വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരുപാട് ഭക്തന്മാരെന്താ ഈ മരണക്കടക്കയിൽ അല്ലെങ്കിൽ മരണത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം നമ്മളെ വെളിപ്പെടുത്തി പറയുന്ന കാര്യമാണ്, തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് അത് വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഈ പഴയ നിയമ കാലഘട്ടത്തിൽ യോസേഫ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ ജീവിതത്തിനകത്ത് മരണം നടക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം, ജോസേഫിന് 110 വയസ്സായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജോസേഫ് തന്റെ മരണക്കടക്കയിൽ തന്റെ സഹോദരന്മാരോട് സത്യം ചെയ്യുന്ന കാര്യമാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. ആമേൻ. അവരെ സത്യം ചെയ്യിപ്പിച്ചു. അപ്പൊ 2 കാര്യങ്ങളാണ് തന്റെ മരണക്കടക്കയിൽ തന്റെ സഹോദരന്മാരോട് ജോസേഫ് ശപഥം ചെയ്ത് സത്യം പറയുന്നത്. ഒന്ന്, ആമേൻ സ്തോത്രം, ദൈവം നിങ്ങളെ സന്ദർശിക്കും. 2, എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. വലിയൊരു വചനത്തിന്റെ വലിയൊരു മർമ്മത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ വളരെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി ഗ്രഹനമായ ഒരു സബ്ജക്റ്റ് ആണ്, ഗ്രഹിക്കുവാൻ ഇച്ചിരി പാടുള്ളതാണ്. അതുകൊണ്ടും പ്രാർത്ഥനയോടുകൂടെ ആത്മാവിൽ കാത്തിരിക്കുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാ വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ യോസേഫ് പറയുകയാണ്,
ആമേൻ സ്തോത്രം, എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം ആമേൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പറയുന്ന ശബ്ദമാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന് പറയുമ്പോൾ യഹോവയായിരിക്കുന്ന പിതാവായിരിക്കുന്ന ദൈവം മോശയിൽ കൂടി നിങ്ങളെ പുറപ്പെടുവിക്കും. 2, നിങ്ങൾ എൻ്റെ അസ്ഥികൾ അടക്കം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം ഈ 37-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിന്റെ പാരമ്പര്യം എന്തെന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോട് ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽഹയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്നു. അവരെ മതി. അപ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന യോസേഫ് പ്രൈസ് ദി ലോർഡ് തന്റെ 17-ാമത്തെ വയസ്സിൽ 2 ദർശനങ്ങളെ കാണുകയാണ്, അല്ലെങ്കിൽ 2 സ്വപ്നങ്ങളെ കാണുകയാണ്. ഒന്ന്, സൂര്യനും ചന്ദ്രനും നമസ്കരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2, കച്ചകൾ നമസ്കരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 സ്വപ്നങ്ങളെ കാണുമ്പോൾ യോസേഫ് വന്ന് തന്റെ പിതാവിനോട് പറയുകയാണ്. അപ്പോൾ പിതാവിനോടും പറഞ്ഞു, തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. അപ്പോൾ ഇത് കൈമാറുമ്പോൾ, ഈ സ്വപ്നം കൈമാറുമ്പോൾ സഹോദരന്മാരും അപ്പൻ ചോദിച്ച ചോദ്യമാണ്, നീ ഞങ്ങളുടെ രാജാവാകുമോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, ഈ കാര്യം യാക്കോബ് പറയുമ്പോഴും യാക്കോബിന്റെ ഹൃദയത്തിന്റെ അകത്ത് യാക്കോബ് ഇത് സംഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഗോത്രത്തിന്റെ പിതാവായിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കുന്ന യാബോക്കിന്റെ കടവിൽ ദൂതനുമായി മല്ല് പിടിച്ചു ദൂതനെ തോൽപ്പിച്ച് ഇസ്രായേൽ എന്ന് പേരായി യാക്കോബ് നിലനിൽക്കുമ്പോൾ, ആമേൻ ശ്രദ്ധിക്കണമേ, യാക്കോബിന്റെ ആമേൻ സ്തോത്രം അവസാനത്തെ കണ്ണിയായിരിക്കുന്ന, അല്ലെങ്കിൽ യാക്കോബിന് വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരുന്നു യോസെഫ് എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബിന് വാർദ്ധക്യത്തിൽ ജനിച്ച മകനായ കൊണ്ട് അപ്പൻ അധികം അവനെ സ്നേഹിക്കൊണ്ട് 2, അവനൊരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, യാക്കോബ് യോസെഫിന് അവൻ വാർദ്ധക്യത്തിലെ മകനായ കൊണ്ട് അവനൊരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. ആമേൻ സ്തോത്രം. അപ്പോൾ ഈ നിലയങ്കിക്കകത്തായിരുന്നു ജോസഫിന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രതികൂലം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ നിലയങ്കിക്ക് 4 അനുഗ്രഹങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. 1, ആമേൻ ആദിജാതൻ. പ്രൈസ് ദി ലോർഡ്. 2, പ്രഭുസ്ഥാനം. 3, പൗരോഹിത്യം. 4, രാജപദവി. ആമേൻ സ്തോത്രം. അപ്പോൾ 4 അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ 4 അനുഗ്രഹങ്ങൾ ആമേൻ യോസെഫിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണമേ, യാക്കോബിന്റെ ഭാര്യയായിരിക്കുന്ന റാഹേലിന്റെ 1-ാമത്തെ പുത്രനായിരുന്നു ആമേൻ യോസെഫ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ സ്വപ്നം കണ്ടതിന്റെ പേരിൽ, ഈ സ്വപ്നം അല്ലെങ്കിൽ ഈ ദർശനം കണ്ടതിന്റെ പേരിൽ വന്ന സഹോദരന്മാരോട് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ സഹോദരന്മാർ പറഞ്ഞ കാര്യമാണ്, നീ ഞങ്ങളുടെ രാജാവാകുമോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ സ്വപ്നം നിമിത്തം ആമേൻ സ്തോത്രം യോസെഫിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം ആരംഭിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരോട് പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ജോസഫിന്റെ ജീവിതത്തോടല്ല ജോസഫിന് പോരാട്ടം ഉണ്ടായത്, 2, അവൻ കണ്ട ദർശനത്തോട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജോസഫിന്റെ ജീവിതത്തോടല്ല ജോസഫിന് പോരാട്ടം ഉണ്ടായത്, പിന്നെയോ അവൻ കണ്ട ദർശനത്തോടും അവൻ കണ്ട സ്വപ്നത്തോടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, അതിന്റെ ഈ 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? 37-ന്റെ 14-ാം വാക്യം. ആമേൻ സ്തോത്രം. നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിലെത്തി. വായിച്ചു. അവൻ വെളിപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ മതി, കണ്ടോ? എന്ത് അന്വേഷിക്കുന്നു എന്ന്
അവനോട് ആ, മതി. ചോദിച്ചു, ആന്റി അതിന്റെ 14-ാം വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിൽ എത്തി. മതി, കണ്ടോ? ശ്രദ്ധിക്കണമേ, യാക്കോബ് അല്ലെങ്കിൽ തന്റെ അപ്പൻ പറയുന്ന കാര്യം, നിന്റെ സഹോദരന്മാരുടെ വാർത്ത എന്തെന്ന് അറിയണമെന്ന് എബ്രോൻ താഴ്വരയിൽ വെച്ച് യാക്കോബ് ജോസഫിനെ പറഞ്ഞയക്കുകയാണ്, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണമേ, യാക്കോബ് ജോസഫിനെ പറഞ്ഞയക്കുന്ന വേളയിൽ ആമേൻ ഈ എബ്രോൻ താഴ്വരയിൽ നിന്നും യോസേഫ് പുറപ്പെട്ടു പോകുകയാണ്. ജോസഫ് പുറപ്പെട്ടു പോകുന്ന ആ സമയത്തിൽ തന്നെ കഴിക്കുവാൻ ആഹാരവും ആമേൻ ഒരു തുരുത്തി വെള്ളവും അവൻ വെള്ളം കൊടുത്തയച്ചാണ് ബാലനെ പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ അപ്പൻ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, എബ്രോൻ താഴ്വര വിട്ട് അവൻ ഷേക്കേമിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഷേക്കേമിലേക്ക് വന്ന ആ സമയത്തിൽ തന്നെ തന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഷേക്കേമിൽ വന്ന് തന്റെ സഹോദരന്മാരെ അന്വേഷിക്കുമ്പോൾ ആമേൻ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, നിന്റെ സഹോദരന്മാർ ഇവിടെയില്ല, അവർ ഷേക്കേം വിട്ട് ദോദാനിലേക്ക് പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദോദാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും സഹോദരന്മാരെ തിരക്കി ആമേൻ ഈ യോസേഫ് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോസേഫ് പോകുന്ന വേളയിൽ തന്നെ ദൂരത്ത് നിന്ന് സഹോദരന്മാർ യോസേഫിനെ കാണുകയാണ്. യോസേഫിനെ കാണുമ്പോൾ സഹോദരന്മാർ പറയുന്ന കാര്യമാണ്, ആണ്ട്രാ സ്വപ്നക്കാരൻ വരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന് താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? 15-ാം വാക്യം. നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതിന് അവൻ, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആടുമേയിക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. മതി, ശ്രദ്ധിക്കണമേ, ഈ ഷേക്കേമിൽ എത്തിയപ്പോഴായിരുന്നു ഈ ജോസഫിന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രതികൂലം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷേക്കേമാണ്, അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഷേക്കേമിൽ എത്തിയപ്പോഴായിരുന്നു ജോസഫിന്റെ ജീവിതത്തിന്റെ അകത്ത് ദർശനത്തിന്റെ ആ പ്രതികൂലം തന്റെ ജീവിതത്തിനകത്ത് ആരംഭിക്കുവാൻ തുടങ്ങി. എന്തിനായിരുന്നു ഷേക്കേമിൽ വന്നപ്പോൾ തന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ പ്രതികൂലം ആരംഭിക്കുവാൻ തുടങ്ങിയത്? നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കണേ. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അബ്രഹാം ഷേക്കേം എന്ന സ്ഥലം വരെയും ഏലൂൻ മോരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. മതി, കൊണ്ട് ശ്രദ്ധിക്കണമേ, മതി അജി. കല്ലയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടു വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അബ്രഹാം പ്രയാണം ചെയ്യുമ്പോൾ ആമേൻ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ അബ്രഹാം ആദ്യമായി സഞ്ചരിച്ചതും അബ്രഹാം ആദ്യമായി പ്രവേശിച്ച പട്ടണമായിരുന്നു ഷേക്കേം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, അബ്രഹാമിന്റെ കാലശേഷം അബ്രഹാമിന്റെ ആമേൻ സ്തോത്രം 3-ാം തലമുറക്കാർ, ആമേൻ അബ്രഹാമിന്റെ 3-ാം തലമുറക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഈ യോസേഫ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ 3-ാം തലമുറക്കാരനായിരിക്കുന്ന ജോസേഫ് തന്റെ വല്യപ്പച്ചനായിരിക്കുന്ന ഈ അബ്രഹാം എത്തിയ അതേ സ്ഥലത്ത് ആരെത്തി? യോസേഫ് എത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ പ്രതികൂലം തന്നെ വേട്ടയാടുമ്പോൾ തന്റെ വല്യപ്പച്ചനായിരിക്കുന്ന ഈ അബ്രഹാമിനെ കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടു വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുമ്പോൾ ഈ ഷേക്കേമിൽ ആമേൻ സ്തോത്രം ആരെത്തി? അബ്രഹാം എത്തി. അബ്രഹാമിന്റെ കാലശേഷം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ കൊച്ചുമകനായിരിക്കുന്ന യോസേഫിനെയും ദൈവം അവിടെ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, കണ്ട ദർശനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കണ്ട സ്വപ്നത്തിന്റെ പേരിൽ തന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ പ്രതികൂലം ആരംഭിക്കുമ്പോൾ പുറത്തു നിന്നല്ല ആമേൻ സ്തോത്രം ഭക്തനായിരിക്കുന്ന യോസേഫിന് പ്രതികൂലം വന്നത്, പിന്നെയോ കുടുംബത്തിന്റെ അകത്തു നിന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ പിറന്ന പലരുമായിരുന്നു അവനെ കൊല്ലുവാൻ ആമേൻ സ്തോത്രം ഗൂഢാലോചന ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
37 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ അവൻ അവിടെ രേഖപ്പെടുത്തി പറയുന്ന കാര്യമാണ്. അതിന്റെ 15 വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. 37:15. നീ എന്തന്വേഷിക്കുന്നുവെന്ന് അവനോട് ചോദിച്ചു. അതിനവൻ, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആടുമേയ്ക്കുന്നുവെന്ന് എന്നോട് അറിയിക്കണം. മതി. അതിന്റെ 19 വാക്യം കൂടെ വായിക്കാമോ? 19 വാക്യം. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നത്തിൽ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. മതി. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ. ആമേൻ, സ്തോത്രം. ശേഖേം വിട്ട് ശേഖേം വിട്ട് യോസേഫ് ഈ ദോദാനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ദോദാനിലേക്ക് വരുന്ന സമയത്തിലായിരുന്നു സ്തോത്രം സഹോദരന്മാർ ജോസഫിനെ ദൂരത്തുനിന്ന് കാണുന്നത്. അപ്പോൾ ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഇവനെ കൊന്നുകളയുവാൻ, അല്ലെങ്കിൽ സ്തോത്രം ഇവനെ എങ്ങനെയെങ്കിലും തകർത്തു കളയുവാൻ സഹോദരന്മാർ പദ്ധതി ആവിഷ്കരണം നടത്തുകയാണ്. ആ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത മനുഷ്യനായിരുന്നു യഹൂദ എന്ന് പറയുന്ന സ്തോത്രം ആ ഗോത്രക്കാരൻ, അല്ലെങ്കിൽ യഹൂദ ഗോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ പദ്ധതികളെല്ലാം പറയുമ്പോഴും രൂപൻ പറയുന്ന കാര്യമാണ്, യാക്കോബിന്റെ ഒന്നാമത്തെ പുത്രനായിരിക്കുന്ന രൂപൻ പറയുന്ന കാര്യമാണ്. അവൻ നമ്മുടെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവും, അവൻ നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ സഹോദരനായിരിക്കുന്ന യോസേഫ് ആകുന്നു. അതുകൊണ്ട് സ്തോത്രം അവനെ നമ്മൾ ഒന്നും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രൂപൻ ഇല്ലാത്ത സമയം നോക്കിയായിരുന്നു യഹൂദയുടെ നേതൃത്വത്തിൽ സ്തോത്രം ജോസഫിനെ തകർത്ത് കളയുന്നത്. അങ്ങനെ 17 വയസ്സുള്ള ഒരു ബാലകനെ സ്തോത്രം പൊട്ടക്കുഴിയിലേക്ക് തള്ളിക്കളയുകയാണ്. ആ പൊട്ടക്കുഴിയിലേക്ക് തള്ളിക്കളയുമ്പോഴും യോസേഫിന്റെ തകർച്ച കണ്ട് സഹോദരന്മാർ ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, ദർശനം കണ്ടതിന്റെ പേരിൽ, സ്വപ്നം കണ്ടതിന്റെ പേരിൽ സ്തോത്രം 17ാമത്തെ വയസ്സിൽ ഒരു ബാലകനെ ഒരു പൊട്ടക്കുഴിയുടെ താഴ്ചയിലേക്ക് തള്ളിക്കളയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, സ്തോത്രം ആ സമയത്തിൽ തന്നെയായിരുന്നു ഇസ്മായേലിയുടെ കച്ചവടക്കാർ അതുവഴി കടന്നു പോകുന്നത്. അങ്ങനെ ആ കച്ചവടക്കാർക്ക് യോസെഫിനെ 20 വെള്ളിക്കാശിന് വിറ്റ് കളയുകയായിരുന്നു. അങ്ങനെ 20 വെള്ളിക്കാശിന് യോസെഫിനെ വിറ്റ് കളയുമ്പോൾ ആ യോസെഫിനെ ചെങ്ങല ധരിച്ച് യോസെഫിനെ അടിമച്ചന്തയിൽ കൊണ്ടുപോകുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്രൈം എന്ന് പറയുന്ന അടിമച്ചന്തയിൽ കൊണ്ടുപോകുകയാണ്. ചരിത്രത്തിലേക്ക് നമ്മുടെ കണ്ണൊന്നോടിച്ചാൽ ചരിത്രം പറയുന്ന കാര്യമാണ്, ഒരു പ്രത്യേകത ദിവസത്തിലായിരുന്നു മിസ്രൈമിലെ ചന്ത ദിവസം നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള പല വ്യാപാരികളും പല കച്ചവടക്കാരും മിസ്രൈം ദേശത്ത് വരും. അന്ന് അവര് അടിമ വ്യാപാരം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ വിൽക്കുന്ന അടിമ വ്യാപാരം അന്നും ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിന് നടുവിൽ ചരിത്രം പുറകോട്ട് പഠിച്ചാൽ സ്തോത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും അടിമ വ്യാപാരം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിലും സ്തോത്രം ആ ജോസഫിന്റെ കാലഘട്ടത്തിലും അടിമ വ്യാപാരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണമേ, ജോസഫിന് ഒരു 17 വയസ്സുള്ള ഒരു ബാലകനെ മിസ്രൈമിന്റെ അടിമ ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പോൾ ഈ അടിമ ചന്തയിൽ കൊണ്ടുവന്ന് യോസേഫിനെ നിർത്തുമ്പോൾ സ്തോത്രം പോത്തിഫർ എന്ന് പറയുന്ന മനുഷ്യൻ സ്തോത്രം യോസേഫിനെ മനസ്സലിഞ്ഞ് അവനെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ചരിത്രം പറയുന്ന ഒരു കാര്യമാണ്, ഒരുവൻ ഒരു അടിമയെ സ്തോത്രം വിലക്ക് വാങ്ങിക്കുമ്പോൾ അവന്റെ ആരോഗ്യം കണക്കിലാക്കിയാണ് വാങ്ങിക്കുന്നത്. കാരണം അവനെ കൊടുക്കുവാനുള്ള ജോലിക്ക് അവൻ പ്രാപ്തനാണോന്നറിയും, അവന്റെ ആരോഗ്യം അതിന് പ്രാപ്തനാണോന്ന് അറിയും. അങ്ങനെയാണ് ഒരു അടിമയെ ഒരു മനുഷ്യൻ വാങ്ങിക്കുന്നത്. പക്ഷെ പോത്തിഫറിന് ഹൃദയത്തിൽ അലിവ് തോന്നിയിട്ടായിരുന്നു യോസേഫിനെ വിലക്ക് വാങ്ങിക്കുന്നത്. അതിന്റെ എല്ലാം ചരിത്രങ്ങളും അതിന്റെ വചനങ്ങളും എല്ലാം നമുക്കറിയാവുന്ന കൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, ശേഖേം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു സ്തോത്രം ഈ യോസേഫിന്റെ ജീവിതത്തിന്റെ അകത്ത് പോരാട്ടം കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, യാക്കോബ് എന്ന് പറയുന്ന ഗോത്രത്തിന്റെ പിതാവിനെ തകർത്ത സ്ഥലമായിരുന്നു ശേഖേം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രത്തിന്റെ പിതാവായിരിക്കുന്ന യാക്കോബിനെ തകർത്ത സ്ഥലമായിരുന്നു ശേഖേം. നമുക്ക് വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം
34 അധ്യായം. ആമേൻ സ്തോത്രം. 34 അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? 1 മുതലുള്ള ചില വാക്യം. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി. എന്നാറെ ഹിവ്യനായ ഹമോരിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി. അവന്റെ ഉള്ളം യാക്കോബിന്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു. അവൻ ബാലയെ സ്നേഹിച്ചു, ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു. ശേഖേം തന്റെ അപ്പനായ ഹാമോരിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായി എടുക്കണം എന്ന് പറഞ്ഞു. തന്റെ മകളായ ദീനയെ മതി ആന്റി. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, ഈ യാക്കോബിന്റെ മകളായിരിക്കുന്ന ദീനയ്ക്ക് പോരായിക വരുത്തിയ വ്യക്തിയായിരുന്നു ശേഖേം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം പ്രമാണം തെറ്റിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദീനയ്ക്ക്, യാക്കോബിന്റെ മകളായിരിക്കുന്ന ദീനയ്ക്ക് പോരായിക വരുത്തിയ വ്യക്തിയായിരുന്നു ശേഖേം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, ഈ ശേഖേം എന്ന് പറയുന്ന സ്ഥലത്തിൽ യാക്കോബിന്റെ കുടുംബത്തെ തകർത്ത വിഷയമായിരുന്നു. അതുകൊണ്ട് യാക്കോബിന്റെ ചിന്തകളിൽ പോലും തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ശേഖേം എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കണമേ, തൻ്റെ മകൾക്ക് പോരായിക വരുത്തിയ ദേശം. 2, തൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരിക്കുന്ന യോസേഫിനെ ആമേൻ സ്തോത്രം ശേഖേമിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ, അവൻ ശേഖേമിൽ എത്തുമ്പോൾ, അവൻ എബ്രോൻ താഴ്വരയിൽ നിന്നും ശേഖേമിലേക്ക് വരുമ്പോൾ അവൻ ദോദാനിൽ വെച്ച് തൻ്റെ മകനെ നഷ്ടപ്പെട്ടു. അങ്ങനെ തൻ്റെ 2 മക്കളുടെ തകർച്ച നടന്നതും ആമേൻ ഈ 34-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം 30-ാം വാക്യം ഒന്ന് വായിക്കാമോ? 34-ന്റെ 30-ാം വാക്യം. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അത് കണ്ടോ? ശ്രദ്ധിക്കണമേ, ശേഖേമിൽ വന്ന് ആമേൻ സഹോദരിക്ക് പോരായ്ക വരുത്തിയപ്പോൾ ആമേൻ സഹോദരിയുടെ രക്തത്തിൽ പിറന്ന സഹോദരന്മാരായിരിക്കുന്ന ശിമയോനും ലേവിയും തന്റെ വാളിന്റെ വാൾത്തലയാൽ ആമേൻ ശേഖേമിലുള്ള സകലരെയും കൊന്നുകളയുമ്പോൾ യാക്കോബ് പറയുന്ന കാര്യമാണ്, ആമേൻ ഞാൻ ആളിൽ ചുരുക്കമാണെങ്കിലും അവർ അവൻ പ്രബലമായിരിക്കുന്ന ശക്തിയാണു. 2, എന്നെ തകർത്ത സ്ഥലമായിരുന്നു ശേഖേം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, 4 യാക്കോബിന്റെ 4 തലമുറകൾ ആമേൻ സ്തോത്രം നശിച്ച സ്ഥലമായിരുന്നു ഈ ശേഖേം. 1 ലേയും 2 ആമേൻ ശിമയോനും ലേവിയും 4 ആമേൻ യോസേഫും. അപ്പോൾ ശ്രദ്ധിക്കണമേ, 4 ആമേൻ മക്കളുടെയും തകർച്ച നടന്ന സ്ഥലമായിരുന്നു ഈ ശേഖേം. അപ്പോൾ ആ കാലഘട്ടത്തിലായിരുന്നു, വർഷങ്ങളുടെ പുറകിൽ അബ്രഹാം ആദ്യമായി പ്രവേശിച്ച പട്ടണമായിരുന്നു ശേഖേം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, ഈ ശേഖേമിൽ എത്തിയപ്പോഴായിരുന്നു യാക്കോബിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, കുടുംബത്തെ തകർത്ത് കളഞ്ഞ വിഷയത്തിന്റെ അകത്തു നിന്നും യാക്കോബ് തന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ശപഥം ചെയ്തു, ഇനി എന്റെ ചിന്തകളിലും എന്റെ സ്വപ്നങ്ങളിലും ശേഖേം എന്ന് പറയുന്ന ഒരു പട്ടണമില്ല. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടം ഒരുപാട് കടന്നുപോയി. ആമേൻ. യാക്കോബിന്റെ മനസ്സിൽ, യാക്കോബിന്റെ ഹൃദയത്തിന്റെ അകത്ത് യോസേഫ് എന്ന് പറയുന്ന തന്റെ പുത്രൻ മരിച്ചു പോയിരിക്കുമെന്നാണ് സഹോദരന്മാര് അപ്പനോട് വന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ആ 37-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബിന്റെ മുമ്പാകെ വന്ന സഹോദരന്മാർ വന്ന് പറയുന്ന കാര്യമാണ്, ആമേൻ സ്തോത്രം, അതിനു മുമ്പേ 20 വെള്ളിക്കാശിന് യോസേഫിന് വിറ്റ് കളഞ്ഞപ്പോൾ അവന്റെ അങ്കിയെടുത്തു, നിലയങ്കിയെടുത്തു, ഒരു കോലാട്ടിന്റെ രക്തത്തിൽ മുക്കി ആമേൻ സ്തോത്രം അപ്പന്റെ മുമ്പാകെ വലിച്ചെറിഞ്ഞു കളയുമ്പോൾ, അപ്പൻ കൊടുത്ത അങ്കി സഹോദരന്മാർ വലിച്ചെറിഞ്ഞു കളയുമ്പോൾ
ആമേൻ യോസെഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അങ്കിയെടുത്ത് താൻ മുഖത്ത് വെക്കുമ്പോഴും സ്തോത്രം, താൻ കരഞ്ഞു പറയുന്ന ഒരു പദമാണ് സ്തോത്രം, എന്റെ മകനെ ഒരു ദുഷ്ടമൃഗം സ്തോത്രം കടിച്ചു കീറി കൊന്നുവെന്ന്. രണ്ട്, സ്തോത്രം, ആ അങ്കിയെടുത്ത് തന്റെ അരയിൽ റെട്ടുശീലയായി ഉടുത്തു. പ്രൈസ് ദി ലോർഡ്. തന്റെ മകനെ കുറിച്ച് എന്നും വിലാപത്തോടെ സ്തോത്രം കരയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നും കരയുന്ന വിഷയത്തിന്റെ അകത്തു നിന്നും യാക്കോബിന്റെ കുടുംബത്തെ തളർത്തിയ വിഷയമായിരുന്നു ശേഖേം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം രക്തത്തിൽ പിറന്ന മകൾക്ക് പോരായ്ക വരുത്തി. പ്രൈസ് ദി ലോർഡ്. തന്റെ മക്കളായിരിക്കുന്ന ശിമയോനും ലേവിയും വാളിന്റെ വാൾത്തലയാൽ ശേഖേമിലുള്ള സകലതിനും കൊന്നുകളഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണമേ, യാക്കോബിന്റെ കുടുംബത്തെ തളർത്തിയ വിഷയമായിരുന്നു ശേഖേം. അപ്പോൾ ശ്രദ്ധിക്കണമേ, സ്തോത്രം, അതിനുശേഷം സ്തോത്രം, യാക്കോബിന്റെ മകനായിരിക്കുന്ന യോസെഫ് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിഞ്ഞു. കനാൻ ദേശത്തിൽ 7 വർഷം നീണ്ടു നിൽക്കുന്ന ക്ഷാമം വന്നു. ആ ക്ഷാമത്തെ പരിഹരിക്കുവാൻ വേണ്ടി അപ്പൻ മക്കളെ മിസ്രൈം ദേശത്തേക്ക് പറഞ്ഞയക്കുവാൻ ആഹാരം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനെ സഹോദരന്മാരുടെ മുമ്പാകെ അവർ വിറ്റുകളഞ്ഞിരിക്കുന്ന യോസെഫ് ആകുന്നു പറ മന്ത്രി എന്ന് അവൻ അറിഞ്ഞില്ല. അങ്ങനെ ജോസഫിന്റെ മുമ്പാകെ വന്ന് സഹോദരന്മാർ നിൽക്കുകയാ. അങ്ങനെ സഹോദരന്മാർ വന്ന് നിൽക്കുമ്പോൾ ജോസഫ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരനായിരിക്കുന്നു ജോസഫ് ആകുന്നു ഞാൻ. അപ്പോൾ ജോസഫ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ അപ്പനായിരിക്കുന്ന യാക്കോബ് ജീവിച്ചിരിപ്പുണ്ടോ? 2, സ്തോത്രം, എന്റെ സഹോദരനായിരിക്കുന്ന ബെന്യാമിൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്, കനാൻ ദേശത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അപ്പനെ കാണുവാൻ വേണ്ടി ഫറവോന്റെ 2ാമത്തെ രഥം കൊടുത്തയക്കുകയാണ്. അങ്ങനെ ആ രഥത്തിലേറി സ്തോത്രം അവർ കനാൻ ദേശത്തിലേക്ക് വരികയാണ്. കനാൻ ദേശത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഫറവോൻ അവർക്ക് താമസിക്കുവാൻ ഗോശാൻ ദേശമാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഗോശാൻ ദേശം കൊടുക്കുമ്പോൾ സ്തോത്രം, അന്നത്തെ മിസ്രൈമിലേക്ക് വരുമ്പോൾ അവർ രാജകീയമായിട്ടാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രാജകീയമായി വരുമ്പോൾ യാക്കോബിന്റെ കാലശേഷം കഴിഞ്ഞപ്പോൾ ജോസഫ് തന്റെ മരണക്കിടക്കയിൽ തന്റെ സഹോദരന്മാരോട് ശപഥം ചെയ്ത് പറയുന്ന കാര്യമാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പദത്തിനകത്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുവാനുള്ളത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകം സ്തോത്രം 19-ാം അധ്യായത്തിന്റെ 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. അവർ ദേശത്തെ അതിർതിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായ എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. പുരോഹിതനായ എലയാസാറും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ശ്രദ്ധിക്കണമേ, ഈ 19-ാം അധ്യായം യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ എത്തി വന്ന് നിൽക്കുമ്പോൾ മോശയുടെ കാലശേഷം കഴിഞ്ഞു. 4ാം തലമുറക്കാർ സ്തോത്രം കനാൻ ദേശം പ്രാപിച്ചു. അങ്ങനെ കനാൻ ദേശത്തിൽ വാഗ്ദത്ത നാട്ടിൽ എത്തി വന്ന് നിൽക്കുമ്പോൾ ഓരോ ഗോത്രത്തിനും ചീട്ടിട്ട് ഓരോ ഗോത്രത്തിനും അവകാശങ്ങളെ കൊടുക്കുകയാണ്. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ എഫ്രൈം മലനാട് സ്തോത്രം എഫ്രൈമിന് കൈമാറി. അപ്പോൾ ശ്രദ്ധിക്കണമേ, അങ്ങനെ എഫ്രൈമിൽ വന്ന് പാർക്കുകയാണ്. അങ്ങനെ എഫ്രൈമിൽ വന്ന് യോശുവ വന്ന് പാർക്കുമ്പോൾ ആ എഫ്രൈം മല നാട്ടിലായിരുന്നു സ്തോത്രം യോസെഫിന്റെ അസ്ഥികളെ അടക്കം ചെയ്തു. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിക്കാമോ? 24-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോയ
യോസേഫിന്റെ അസ്ഥികൾ അവർ ശേഖേമിൽ യാക്കോബ് ശേഖേമിന്റെ മകനായ ഹാരോമിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് കണ്ടോ, ശ്രദ്ധിക്കണം. മതി ആന്റി. അവർ യോസേഫിന്റെ അസ്ഥികളെ എവിടെ അടക്കം ചെയ്തു? അവർ ശേഖേമിൽ അടക്കം ചെയ്തു. ആ 37 അധ്യായത്തിന്റെ 14 വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? ഒരാൾ ആ 37 14 ഒന്ന് വായിക്കാമോ? എന്നാൽ വെളിപ്പാട് പറയാൻ പറ്റും. ആമേൻ, സ്തോത്രം. ആ 37 14 ഒന്നുകൂടെ. നിന്റെ സഹോദരന്മാർക്ക് സുഗന്ധയോ ആടുകൾ നന്നായിരിക്കുന്നുവല്ലോ എന്ന് നോക്കി വന്ന് വസ്തു അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവർ ശേഖേമിലെത്തി. അത് കണ്ടോ, ശ്രദ്ധിക്കണമേ. അപ്പൻ പറഞ്ഞയച്ച സ്ഥലത്തിൽ നിന്നും എബ്രോൻ ദേശം വിട്ട് അവൻ ശേഖേമിലെത്തി. ഇസ്രായേലോട് കാലഘട്ടം ഒരുപാട് കടന്നുപോയി. ആമേൻ. അവന്റെ പ്രതികൂല സാഹചര്യത്തിലും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. 13 വർഷക്കാലം നീണ്ട, ആമേൻ, സ്തോത്രം, പ്രതികൂലം തന്റെ ജീവിതത്തിൽ ആരംഭിച്ചു. 30ാമത്തെ വയസ്സിലായിരുന്നു ജോസഫ് മിസ്രൈമിലെ മന്ത്രിപദത്തിൽ എത്തുന്നത്. അങ്ങനെ 110 വയസ്സുള്ള ഒരു മനുഷ്യനായി, ആമേൻ, ജോസഫ് മരിക്കുമ്പോൾ ജോസഫിന്റെ അസ്ഥികളെ യോശുവയുടെ നേതൃത്വത്തിൽ, ആമേൻ, സ്തോത്രം, കൊണ്ടുപോകുകയും ജോസഫിന്റെ അസ്ഥികളെ അടക്കിയ സ്ഥലമായിരുന്നു ശേഖേ. പ്രൈസ് ദി ലോർഡ്. ആ 24ാം അധ്യായത്തിന്റെ 32ാം വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 24ാം അധ്യായത്തിന്റെ 32ാം വാക്യം വളരെ വ്യക്തമായി വായിക്കുമ്പോൾ പറയുന്നുണ്ട്. വായിക്കണ്ട, അവിടെ ശ്രദ്ധിച്ചാൽ മതി. ആമേൻ, സ്തോത്രം, ജോസഫിന്റെ അസ്ഥികളെ കൊണ്ടുവന്ന് അവരെവിടെ അടക്കം ചെയ്തു? ശേഖേമിൽ അടക്കം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന കാര്യമാണ്, യാക്കോബ്, ആമേൻ, സ്തോത്രം, വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്തായിരുന്നു, ആമേൻ, സ്തോത്രം, ജോസഫിന്റെ അസ്ഥികളെ അടക്കം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ ദർശനം കണ്ടതിന്റെ പേരിൽ, സ്വപ്നം കണ്ടതിന്റെ പേരിൽ അവന്റെ തകർച്ച നടന്ന അതേ പട്ടണത്തിന്റെ അകത്ത്, പ്രൈസ് ദി ലോർഡ്, അവന്റെ സഹോദരിക്ക് പോരായ്മ വരുത്തിയ ദേശം, അവന്റെ സഹോദരന്മാരായിരിക്കുന്ന ചേട്ടന്മാരായിരിക്കുന്ന ശിമയോനും ലേവിയും വാളിന്റെ വാൾത്തലയാൽ മരിച്ച ദേശം, ആമേൻ, അവരെ കൊന്ന ദേശം, പ്രൈസ് ദി ലോർഡ്, യാക്കോബിന്റെ ചിന്തകളിൽ പോലും ഇല്ലാത്ത ശേഖേമിന്റെ പട്ടണത്തിന്റെ അകത്ത്, ആമേൻ, യോസേഫിന്റെ അസ്ഥികളെ അടക്കം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, അബ്രഹാം പ്രവേശിച്ച ദേശം, പ്രൈസ് ദി ലോർഡ്, കാലഘട്ടങ്ങൾ ഒരുപാട് കടന്നുപോയി. ദർശനം കണ്ടതിന്റെ പേരിൽ, സ്വപ്നം കണ്ടതിന്റെ പേരിൽ ശേഖേം എന്ന് പറയുന്ന ദേശത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ദോദാനിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സഹോദരന്മാർ തന്നെ കൊല്ലുമെന്ന് പദ്ധതി ആവിഷ്കരണം നടത്തിയപ്പോൾ, ആമേൻ, ജോസഫ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ പ്രത്യേകത, അവൻ പ്രാർത്ഥിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. 2, ആമേൻ, ദർശനങ്ങളെ കാണുന്നവനാ. ഒരുപാട് ദർശനങ്ങളൊന്നും കണ്ടില്ല. 2 ദർശനം മാത്രമേ, 2 സ്വപ്നം മാത്രമേ ജോസഫ് കണ്ടിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് സ്വപ്നങ്ങളൊന്നും അവൻ ജോസഫ് കണ്ടിട്ടില്ല. പക്ഷേ 2 സ്വപ്നം മാത്രമേ അവന്റെ ജീവിതത്തിന്റെ അകത്ത് അവൻ കണ്ടിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2 സ്വപ്നം കണ്ടതിന്റെ പേരിൽ, ആമേൻ, സ്തോത്രം, പൊട്ടക്കുഴിയിലേക്ക്, ആമേൻ, ജോസഫിനെ ഇറക്കിക്കളയുമ്പോൾ അതേപോലെ ഒരു ദേശത്തിന്റെ നടുവിൽ രാജകീയമായി തന്നെ അവനെ അടക്കം ചെയ്യുമ്പോൾ, ആമേൻ, സ്തോത്രം, തന്റെ മരണക്കടക്കയിൽ തന്റെ സഹോദരന്മാരോട് പറയുന്ന കാര്യമാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, അവൻ ആ ഒരു പദം പറയുവാൻ വേണ്ടിയാണ് ഇത്തരം വചനങ്ങളെ ഞാൻ വായിപ്പിച്ചത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, അവൻ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് അത് വിലയേറിയതാന്ന് പറയുമ്പോൾ, അവന്റെ തകർച്ച കണ്ട അതേ ദേശത്തിന്റെ നടുവിൽ വർഷങ്ങളുടെ പുറകിൽ അവൻ രാജകീയമായി തന്നെ, ആമേൻ, സ്തോത്രം, അടക്കപ്പെടുമ്പോൾ അതേ ദേശത്തിന്റെ നടുവിൽ നിന്ദിച്ച, അവൻ ത്യജിക്കപ്പെട്ട, പ്രയാസം വന്ന, ഒരിക്കലും ഉയരത്തില്ലെന്ന് സഹോദരന്മാർ വിധി എഴുതിയ അതേ ദേശത്തിന്റെ നടുവിൽ തന്നെ അവന്റെ അപ്പനായിരിക്കുന്ന യാക്കോബിനെ തളർത്തിയ വിഷയത്തിന്റെ അകത്ത് നിന്നും, പ്രൈസ് ദി ലോർഡ്, തന്റെ രക്തത്തിൽ പിറന്ന തന്റെ പിതാവ് തോറ്റ അതേ മണ്ണിൽ തന്നെ,
ആമേൻ, തന്റെ തലമുറകൾ മരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതി ആവിഷ്കരണം നടത്തിയില്ല. പിന്നെയോ പിശാച് പദ്ധതികൾ ആവിഷ്കരണം നടത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ കാര്യമാണ്, ഇനി ഒരിക്കലും ശേഖേമി കൊണ്ട് ആമേൻ ഇസ്രായേൽ തീരത്തില്ല. പിന്നെയോ 4-ാം തലമുറക്കാർ വാഗ്ദത്ത കനാൻ പ്രാപിച്ചുകൊണ്ട് യോശുവയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോശുവയുടെ നേതൃത്വത്തിൽ സ്വപ്നം കണ്ട മിസ്രൈമിലെ മന്ത്രിപദത്തിൽ രാജാവായിരിക്കുന്ന ജോസഫിന്റെ അസ്ഥികളെ ദൈവം ശേഖേമിൽ അടക്കം ചെയ്തു. പ്രൈസ് ലോർഡ്. ആ 24-ാം അധ്യായത്തിന്റെ ആ 32-ാം വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? ആമേൻ, സ്തോത്രം. അവിടെ ഒരു പദം പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ, സ്തോത്രം. 24-32 യാക്കോബ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ശേഖേമിൽ യാക്കോബ് ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് മതി കണ്ടോ, മതി ഭാഷ. അപ്പോൾ ശ്രദ്ധിക്കണമേ, ആമേൻ, സ്തോത്രം. 100 വെള്ളിക്കാശിനും യാക്കോബ് വാങ്ങിച്ച സ്ഥലത്തിന്റെ അകത്ത്, ആമേൻ, സ്തോത്രം, ജോസഫിന്റെ അസ്ഥികളെ കൊണ്ടുവന്നു അടക്കം ചെയ്തു. ഇനി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, ആമേൻ, അതിന്റെ 1 മുതലുള്ള 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. കർത്താവ് അറിഞ്ഞ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമര്യ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളുവാൻ പട്ടണത്തിൽ പോയി. ശ്രദ്ധിക്കണമേ, ആമേൻ, മതി ആന്റി, ശ്രദ്ധിക്കണമേ. അവിടെ പറയുന്ന ഒരു പദമാണ് സുക്കാർ എന്ന് പറയുന്ന പട്ടണത്തിന്റെ അകത്ത് ക്രിസ്തു പ്രവേശിക്കുമ്പോൾ, ആമേൻ, തന്റെ സുവിശേഷ പ്രയാണ വേളയിൽ അവിടെ പറയുന്ന കാര്യമാണ്. ആമേൻ, ഈ യോഹന്നാൻ പറയുന്ന കാര്യമാണ്. എന്താണ്? ആമേൻ, സ്തോത്രം. യാക്കോബ് ജോസഫിന് കൊടുത്ത നിലത്തിനരികിൽ ആര് വന്ന് നിൽക്കുകയാ? യേശു ക്രിസ്തു വന്ന് നിൽക്കുകയാ. അപ്പോൾ ശ്രദ്ധിക്കണമേ, ആ സമയത്തിൽ തന്നെയായിരുന്നു ശമരിയ സ്ത്രീ എന്ന് പറയുന്ന ആ സഹോദരി വെള്ളം കോരുവാൻ വരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, ശമരിയയിലെ 3 പട്ടണങ്ങളാണ്. 1 ഈ സുക്കാറും, 2 ആമേൻ, സ്തോത്രം, ഈ ശേഖേമും, 3 ഈ ദോദാനും. പ്രൈസ് ദി ലോർഡ്. ശേഖേമിലെ 3 പ്രദേശങ്ങളാണ്. 1 സുക്കാറും, 2 ഈ ശേഖേമും, 3 ഈ ദോദാനും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 3 പട്ടണങ്ങൾ ശമര്യക്കകത്ത സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശമരിയയിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു വന്നു നിൽക്കുന്ന സമയത്തിൽ തന്നെ യാക്കോബ് ജോസഫിന് കൊടുത്ത നിലത്തിനരികെ വന്ന് ക്രിസ്തു വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുന്ന വേളയിൽ തന്നെ അതിന്റെ 4:5 ഒന്ന് വായിക്കുമ്പോൾ, 4:5. അങ്ങനെ അവർ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. മതി കണ്ടോ, ശ്രദ്ധിക്കണമേ. ഈ ശേഖേമിലായിരുന്നു ആമേൻ ജോസഫിന്റെ അസ്ഥികളെ അടക്കം ചെയ്തത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ആമേൻ, ശമരിയയിലെ 3 സ്ഥലങ്ങളാ. 1 സുക്കാറും, 2 ആമേൻ ശേഖേമും, 3 ആമേൻ, സ്തോത്രം, ദോദാനും. അപ്പോൾ ജോസഫിന്റെ അസ്ഥികളെ അടക്കിയ പട്ടണമായിരുന്നു ശേഖേം. അപ്പോൾ ആ ശേഖേം സ്ഥിതി ചെയ്യുന്നത് ശമരിയയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ശേഖേമിൽ ജോസഫിന്റെ അസ്ഥികളെ അടക്കി അതേ മണ്ണിൽ തന്നെ ക്രിസ്തു നിൽക്കുകയാണ്. ഈ ഒരു ദർശനമാ ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞത്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ഇതാ വെളിപ്പാടെന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളുടെ പുറകിൽ ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ പ്രമാണമില്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിൽ ഉൽപ്പത്തി പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഭക്തനായിരിക്കുന്ന മോശ രചിച്ച വാക്യമാണ് നാം വായിച്ചു കേട്ടത്. മോശ പറയുന്ന കാര്യമാണ്,
ആമേൻ, ജോസഫിന്റെ മരണക്കടക്കയിൽ തന്റെ തലമുറകളെ കൊണ്ട് ശപഥം ചെയ്യുകയാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മരണക്കടക്കയിൽ ക്രിസ്തു നിങ്ങളെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, നിന്റെ തകർച്ച കടന്ന സ്ഥലത്ത്, പ്രൈസ് ദി ലോർഡ്, നീ ഒരിക്കലും ഉയരത്തില്ലെന്ന് പറഞ്ഞ ദേശം, ആമേൻ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ ദേശം, ആമേൻ, കാലഘട്ടങ്ങൾ എത്ര കഴിഞ്ഞാലും, ആമേൻ, സ്തോത്രം, നിന്റെ മക്കൾ ഉയരത്തില്ലെന്ന് പറഞ്ഞ ദേശത്തിന്റെ നടുവിൽ തന്നെ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തു ജോസഫിന്റെ അസ്ഥികളെ അടക്കിയ അതേ മണ്ണിൽ തന്നെ, ആമേൻ, ചവിട്ടി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ചരിത്രത്തിന്റെ രേഖകൾ പറയുവാനുണ്ട്, അതുകൊണ്ട് ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ശ്രദ്ധിക്കണമേ. ആമേൻ, സ്തോത്രം. ജോസഫിന്റെ അസ്ഥികളെ അടക്കിയ അതേ മണ്ണിൽ തന്നെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ വന്ന് നിൽക്കുമ്പോൾ, ആമേൻ, ക്രിസ്തുവിന് നിഴലാണ് ജോസഫ്. അതിന് കാരണം ജോസഫിന് 20 വെള്ളിക്കാശിന് വിറ്റ് കളയുമ്പോൾ യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. ജോസഫിന്റെ അങ്കികൾ സഹോദരന്മാർ വലിച്ചു കീറി. ക്രിസ്തുവിന്റെ, ആമേൻ, സ്തോത്രം, വസ്ത്രം, അങ്കി വലിച്ചു കീറി. ആമേൻ, അവനെ, ആമേൻ, സ്തോത്രം, കാരാഗൃഹത്തിന്റെ അകത്ത് കൊണ്ടിട്ടു. ആമേൻ, അതുപോലെ തന്നെ ക്രിസ്തുവിനെ, ആമേൻ, സ്തോത്രം, പീലാത്തോസിന്റെ കോടതികൾ മാറി മാറി വിസ്തരിച്ചു. അപ്പോൾ വരുവാനിരിക്കുന്ന ക്രിസ്തുവിന് നിഴലായിരുന്നു ജോസഫ്. ജോസഫിന്റെ അസ്ഥികളെ അടക്കിയ അതേ മണ്ണിൽ തന്നെ ആര് വന്ന് നിൽക്കുകയാ? കർത്താവ് വന്ന് നിൽക്കുകയാ. അതിന് കാരണം പാപം നിറഞ്ഞ ദേശത്തിന്റെ നടുവിൽ, യാക്കോബിന്റെ കുടുംബങ്ങളുടെ തകർച്ച കണ്ട ദേശത്തിന്റെ നടുവിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ വന്ന് നിൽക്കുമ്പോൾ, ഇന്നു രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരോട് ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്, നിന്റെ വിഷയത്തിന്റെ അകത്ത് നിന്നും നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയത്തിന്റെ അകത്ത് നിന്നും ശേഖേം എന്ന് പറയുന്ന ദേശത്തിന്റെ നടുവിൽ 37-ാം അധ്യായത്തിൽ നിന്റെ തകർച്ച കണ്ട ദേശത്തിന്റെ നടുവിൽ നിന്നും യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വിളിച്ചു പറയുന്നു, നിന്റെ അസ്ഥികൾ അടക്കി അതേ മണ്ണിൽ തന്നെ, ആമേൻ, സുവിശേഷം അറിയിക്കുവാൻ, ആമേൻ, സ്തോത്രം, യോഹന്നാൻ സ്നാപകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിലേക്ക് വെളിപ്പെടുമ്പോൾ, ആമേൻ, ശമരിയ പട്ടണത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ, ആമേൻ, ജോസഫിന്റെ അസ്ഥി അടക്കിയ അതേ മണ്ണിൽ തന്നെ ക്രിസ്തു നിൽക്കുമ്പോൾ, ഇന്നു രാത്രിക്കാലം നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ അഭിഷേകങ്ങളുടെ, ആമേൻ, സ്തോത്രം, പകർച്ച നടക്കുവാൻ, ഇന്ന് രാത്രിക്കാലം നീ എവിടൊക്കെ ഉയരത്തില്ലെന്ന് പിശാചും അവന്റെ സാമ്രാജ്യങ്ങളും വെല്ലുവിളിച്ചാലും, ഇന്ന് രാത്രിക്കാലം ദാനിയേലിന്റെ മുമ്പിൽ രേഖ എഴുതി, ആമേൻ, അവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയാമെന്ന് ആമേൻ, സ്തോത്രം, രാജാക്കന്മാരും ബാബിലോണിയ അധിപതികളും, ആമേൻ, ചിന്തിക്കുമ്പോഴും ദേശങ്ങളും ദേശാന്തരികളുടെ ദേവന്മാരും ദാനിയേലിന് വിരോധമായി രേഖ എഴുതി അവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയുമ്പോൾ, ആമേൻ, സ്തോത്രം, യെരൂശലേം ദേവാലയം തകർത്ത, ആമേൻ, മനുഷ്യനായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് വന്ന്, ആമേൻ, സ്തോത്രം, ദാനിയേലിന്റെ, ആമേൻ, സ്തോത്രം, കുഴിക്കകത്ത് വന്നു പോലും അവന്റെ തലമുറകൾ പോലും വന്ന് നിൽക്കുകയാണ്. ദാനിയേലിന് രാജാവ് വിളിക്കുന്ന കാര്യമാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേലേ, നീ ശുഭമായിരിക്കുന്നോ എന്ന്. അപ്പോൾ പറയുന്ന കാര്യമാണ്, ആമേൻ, എന്റെ ദൈവം, ആമേൻ, എനിക്ക് അനുകൂലമായി നിന്നത് കൊണ്ട് സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും എനിക്കൊരു കേടും പറ്റിയിട്ടില്ല. പക്ഷേ, ആമേൻ, സ്തോത്രം, ഇന്ന് രാത്രിക്കാലം ചിന്തിക്കണമേ, ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് പ്രതികൂലം തന്റെ ജീവിതത്തിന്റെ അകത്ത് വാണില്ല. ദാരിയവേശിന്റെ കാലഘട്ടത്തിലും കോരേശിന്റെ കാലഘട്ടത്തിലും എല്ലാം ദാനിയേൽ ശുഭപ്പെട്ടിരുന്നത് പോലെ ഇന്ന് രാത്രിക്കാലം പ്രതികൂലം നിന്റെ ജീവിതത്തിന്റെ അകത്ത് വേട്ടയാടുമ്പോൾ, ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിന്റെ അസ്ഥികൾ അടക്കം ചെയ്ത ദേശത്തിന്റെ നടുവിൽ തന്നെ നിന്റെ തലമുറകളെ അനുഗ്രഹിച്ച ഇന്ന് രാത്രിക്കാലം നാട്ടിൽ എത്തി വന്ന് നിൽക്കുന്ന ഒരു അനുഗ്രഹം നിന്റെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുവാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വളരെ ശ്രദ്ധിക്കണമേ. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിച്ചിട്ടും വിഷയത്തിന് മറുപടി കാണാതെ
കരഞ്ഞ് ആമേൻ സ്തോത്രം കലങ്ങിയിരിക്കുന്ന കണ്ണുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ഇന്ന് രാത്രികാലം നിന്റെ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചില മറുപടികളെ കാണുവാൻ പോകുകയാ, ചില വഴികളെ തുറക്കുവാൻ പോകുകയാ. ആമേൻ സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം വളരെ ശ്രദ്ധിക്കണമേ. ആമേൻ സ്തോത്രം. യാക്കോബിന്റെ യോസേഫിന്റെ അസ്ഥികളെ അടക്കി അതേ ദേശത്തിന്റെ നടുവിൽ തന്നെ ആമേൻ ക്രിസ്തു വന്ന് നിൽക്കണമെങ്കിൽ ആമേൻ തകർക്കപ്പെട്ട വിഷയത്തിന്റെ അകത്തു നിന്നും ക്രിസ്തു വരികയാണ്. ആമേൻ. ഇന്ന് രാത്രികാലം ഒരു ദൂതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ ശ്രദ്ധിക്കണമേ. ഒരു കുടുംബത്തെ പോറ്റേണ്ട ഭാരമായി രാത്രിയുടെ യാമത്തിൽ വന്ന കേൾക്കാവോ? ഓക്കെ, ഒരു കോള് വന്നു. ഓക്കെ, ശ്രദ്ധിക്കണമേ. ആമേൻ സ്തോത്രം. ഒരു കുടുംബത്തെ പോറ്റേണ്ട ഭാരവുമായി രാത്രിയുടെ യാമത്തിൽ ഗന്നസരത്ത് തടാകത്തിന്റെ തീരത്തിൽ ആമേൻ രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിക്കുകയാ. പത്രോസിന് ഒന്നും കിട്ടാതെ തോറ്റവനെ പോലെ ആമേൻ സ്തോത്രം പകലിൽ അവന്റെ വലയവൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് യേശു ക്രിസ്തു അവൻ തന്റെ പുരുഷാരമായി ദൈവവചനം പറയുവാൻ വേണ്ടി ഗന്നസരത്ത് തടാകത്തിന്റെ തീരത്തിൽ വന്നത്. അങ്ങനെ അനേക പടകൾ നടക്കുമ്പോൾ യോഗ്യതയുള്ള പടകുകൾ പലതും ആ കടലിനകത്തുണ്ട്, ആ തടാകത്തിന്റെ അകത്തുണ്ട്. പക്ഷെ കർത്താവ് നോക്കിയത് തോറ്റവന്റെ പടകിനെയാണ്. പത്രോസിനോട് പറയാ, പത്രോസെ നീ പടകാഴത്തിലേക്ക് ഇറക്കു, ശീമോനെ നീ പടകാഴത്തിലേക്ക് ഇറക്കുവാൻ പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന പദമാണ്, നാഥാ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് രാത്രികാലം ദൈവ ശബ്ദത്തിന് നീ കാതു കൊടുക്കുവാൻ നീ തയ്യാറായാൽ നീ തോറ്റത് എവിടെയാണോ അവിടെ തന്നെ പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ, അവൻ തോറ്റ ഏത് മേഖലയാണോ അവിടെ തന്നെ അവന് പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കണമേ, അവൻ രാത്രിയിൽ അധ്വാനിച്ച വലയുമായി അവൻ പോലും അറിയാതെ അവൻ തയ്ച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? അടുത്ത ഒരു അത്ഭുതത്തിന് വേണ്ടി. രാത്രിയുടെ യാമത്തിൽ അവൻ തോറ്റുപോയ വ്യക്തിയാ. പക്ഷെ രാത്രിയുടെ യാമത്തിൽ അവൻ തോറ്റാലും അടുത്ത പ്രഭാതത്തിൽ തന്നെ അവനെ തിരക്കി, പകൽക്കാലം അവനെ തിരക്കി, അവന്റെ പടകിനകത്ത് അവൻ തോറ്റ സ്ഥലത്ത് അവന് വലിയൊരു അത്ഭുതത്തിന്റെ അടയാളം ദൈവം തുറക്കുകയാണ്. ഇന്ന് രാത്രികാലം ഒരു ദൂത് ഞാൻ പറയാം. ഒരു ദിവസത്തിന്റെ 12 മണിക്കൂറിൽ, ഒരു രാത്രിയുടെ 12 മണിക്കൂറിൽ അവൻ അധ്വാനിച്ചിട്ടും അവനൊന്നും കിട്ടിയില്ല. രാത്രിയുടെ 12 അവൻ അധ്വാനിച്ചിട്ടും അവനൊന്നും കിട്ടാതെ അവൻ തോറ്റവനായിരിക്കുമ്പോൾ അടുത്ത പകൽക്കാലത്തെ 12 അവൻ തോറ്റതെവിടെയാണോ അവിടെ തന്നെ അവന് പെരുത്ത മീൻകൂട്ടം കിട്ടി. നീ തോറ്റ ഏത് 12 അത് തന്നെ തിരികെ മടക്കി തരുവാൻ അവൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രിക്കാലം ജോസഫിന്റെ അസ്ഥികൾ എവിടെ അടക്കം ചെയ്തോ അവിടെ തന്നെ ക്രിസ്തു വന്ന് നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം, നിന്റെ അസ്ഥികൾ അടക്കം ചെയ്ത അതേ വാഗ്ദത്ത ദേശത്ത് വന്ന് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം നീ തോറ്റ വിഷയത്തിന്റെ അകത്ത് നിനക്കൊരു മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാത്രിക്കാലം വ്യക്തിപരമായി ദൂതുകൾ പരിശുദ്ധാത്മാവ് ചിലരോടും കൈമാറുകയാണ്. വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ആമേൻ സ്തോത്രം. നീ ഒഴുക്കിയ കണ്ണുനീർ, ആമേൻ, റാഹേലിനെ പോലെ ഒഴുക്കിയ കണ്ണുനീർ, ലേയെ പോലെ ഒഴുക്കിയ കണ്ണുനീർ, ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചില വഴികളെ തുറക്കുവാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൂതും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം, 45-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കാമോ? അവൻ ഒരു ദൂതും കൂടെ പറയുവാൻ വേണ്ടി. ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി കണ്ടോ? ശ്രദ്ധിക്കണമേ. യാക്കോബ് വിചാരിച്ചിരിക്കുന്നത് ജോസഫ് മരിച്ചുപോയെന്ന. പക്ഷേ സഹോദരന്മാരിൽ നിമിത്തം ആമേൻ അപ്പനെയും സഹോദരനെയും കൊണ്ടുപോകുവാൻ വേണ്ടി മിസ്രൈമിൽ നിന്നും ആമേൻ ഫറവോന്റെ 2ാമത്തെ രഥം ആമേൻ സ്തോത്രം ജോസഫ് കൊടുത്തയക്കുകയാ.
അങ്ങനെ ആമേൻ സ്തോത്രം, യാക്കോബ് മരണക്കടക്കയിൽ കനാൻ ദേശത്ത് അവൻ കടക്കുകയും, അപ്പോൾ ശ്രദ്ധിക്കണമേ, തന്റെ മരണക്കടക്കിൽ വന്ന് തന്റെ മക്കൾ വന്ന് പറയുന്ന കാര്യമാണ്, അപ്പാ ജോസഫ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് അത് വിശ്വസിച്ചില്ല. പക്ഷേ രണ്ടാമത് പറയുന്ന പദമാണ്, അപ്പാ നിന്റെ മകനായിരിക്കുന്ന ജോസഫ് കൊടുത്തയച്ച രഥമുണ്ട്, അത് വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുകയാ. ആമേൻ സ്തോത്രം. മരണം കാത്തു കിടക്കുന്ന മരണക്കട്ടിൽ നിന്നും യാക്കോബ് ഇറങ്ങിയോടി വീടിന്റെ വരാന്തയിൽ വന്ന് നിൽക്കുമ്പോൾ യാക്കോബ് ജോസഫിന്റെ രഥം കണ്ടപ്പോൾ, ആമേൻ ഭക്തനായിരിക്കുന്ന മോശ എഴുതി വെച്ചു, ആമേൻ ജോസഫിന്റെ രഥം കണ്ടപ്പോൾ യാക്കോബിന്റെ കണ്ണിന് ചൈതന്യം വന്നു. ഇന്ന് രാത്രിക്കാലം ഒരു ദൂത് ഞാൻ കൈമാറാം. യാക്കോബ് ആഗ്രഹിച്ചത് ജോസഫിനെ കാണുവാൻ വേണ്ടിയല്ല, പിന്നെയോ ജോസഫിന്റെ നന്മകളെ കാണുവാൻ വേണ്ടി. അപ്പൻ ആഗ്രഹിച്ചത് മക്കളെ കാണുവാൻ വേണ്ടിയല്ല, മക്കളുടെ നന്മകളെ കാണുവാൻ വേണ്ടി. ഇന്ന് രാത്രിക്കാലം ആമേൻ സ്തോത്രം, മക്കളുടെ നന്മകളെ കാണത്തില്ലെന്ന് വിധി പിശാച് എഴുതുമ്പോൾ, ഇന്ന് രാത്രിക്കാലം നിനക്കെതിരെ ആരൊക്കെ രേഖ എഴുതിയാലും ഇന്ന് രാത്രിക്കാലം മക്കളുടെ നന്മകളെ കാണുവാൻ വേണ്ടി, നീ തകർക്കപ്പെട്ട ദേശത്തിന്റെ അകത്ത് നിന്നും മക്കളുടെ നന്മകളെ കാണുവാൻ വേണ്ടി ചില വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന രാത്രികളാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശാപം നിറഞ്ഞ ഭവനമാണ്, ശപിക്കപ്പെട്ട ദേശമാണ്. എന്റെ മക്കളുടെ നന്മകൾ ഈ മണ്ണിന്റെ അകത്ത് കാണത്തില്ലെന്ന് പിശാച് നിനക്കെതിരെ രേഖ എഴുതുമ്പോൾ, ഇന്ന് രാത്രിക്കാലം പറയുന്നു, നിന്റെ തലമുറകളുടെ നന്മകളെ കണ്ടിട്ടേയുള്ളൂ. ആമേൻ സ്തോത്രം. ആ ദേശത്തിൽ നിനക്കൊരു പുറപ്പാടുള്ള രണ്ട്, ആമേൻ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആമേൻ സ്തോത്രം, ജോസഫിന്റെ അസ്ഥികളെ എടുത്ത് കോലാട്ട് രക്തത്തിൽ മുക്കി യാക്കോബിന്റെ മുമ്പിലേക്ക് സഹോദരന്മാർ വലിച്ചെറിയുമ്പോൾ, അപ്പനാമേൻ ആ നിലയങ്കി രട്ടുശിലയായി, അരയിൽ രട്ടുശിലയായി ഉടുത്തു. പ്രൈസ് ദി ലോർഡ്. അരമുറുക്കി രട്ടുശിലയായി ഉടുത്തു. ഈ യഹൂദന്മാർക്കൊരു നിയമമുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കേണ്ട. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പെസകയാചരിക്കുന്നുണ്ട്. അവസാനത്തെ ദൂതനായിരിക്കുന്ന സംഹാരക ദൂതൻ വരുമ്പോൾ പെസകയാചരിക്കുമ്പോൾ, ആമേൻ, പെസകയാചരിക്കുമ്പോൾ പെസകയ്ക്ക് 3 നിയമങ്ങളാ. 1 അരമുറുക്കണം, 2 കയ്യിൽ വടിയെടുക്കണം, 3 ചെരിപ്പിടണം. അപ്പോൾ ഈ 3 നിയമങ്ങളാ പെസകയ്ക്കുള്ളത്. അപ്പോഴാണ് പെസക ആചരിച്ച് രാത്രിക്കാലം അവർ പുറപ്പെടേണ്ടത്. അങ്ങനെങ്കിൽ യഹൂദന്റെ ജീവിതത്തിന്റെ അകത്ത് അവൻ അരമുറുക്കിയിട്ടുണ്ടെങ്കിൽ അവനറിയാം ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ടെന്ന്. അതുകൊണ്ടാണ് രട്ടുശിലയെടുത്ത് അവൻ അരമുറുക്കിയപ്പോൾ അവൻ അറിയാം, എന്റെ മകൻ ആമേൻ സ്തോത്രം എന്നെ തിരക്കി വരുന്ന ഒരു സമയമുണ്ട്. അന്ന് ഞാൻ പരദേശിയെ പോലെയല്ല, അന്ന് ഞാൻ ആമേൻ സ്തോത്രം പരദേശിയെ പോലെയല്ല, വിദേശിയെ പോലെയല്ല, പിന്നെയോ അവകാശം നിറഞ്ഞ അന്നത്തെ രാജ്യമായിരിക്കുന്ന മിസ്രൈമിലേക്ക് അവൻ പോകുന്നത് ജോസഫ് കൊടുത്തയച്ച രഥമല്ല, പിന്നെയോ ഫറവോന്റെ 2ാമത്തെ രഥത്തിലേറി രാജകീയമായി തന്നെ. ആമേൻ, ആമേൻ. ജോസഫിന് വേണ്ടി അവൻ രാജാവ് കൊടുത്ത 2ാമത്തെ രഥത്തിലേറി ആമേൻ സ്തോത്രം അവൻ പുറപ്പെട്ടു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ ആമേൻ സ്തോത്രം ശൂന്യകാര്യത്തെ കുറിച്ച് ഉത്തമഗീതത്തിൽ എഴുതിയ കാര്യമാണ്, നിന്നെ ഞാൻ ആമേൻ സ്തോത്രം ഫറവോന്റെ രഥത്തിന് കെട്ടിരുന്ന വെള്ളക്കുതിരകളോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ രഥത്തെ കുറിച്ച് പറയുവാൻ ചരിത്രം ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ ശൂന്യകാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ആമേൻ സ്തോത്രം ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന വെള്ളക്കുതിരയ്ക്ക് സാദൃശ്യമാക്കിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണമേ, വെള്ളക്കുതിരകൾ വലിക്കുന്ന തൂവെള്ളക്കുതിരകൾ വലിക്കുന്ന രഥത്തിലായിരുന്നു ആമേൻ സ്തോത്രം യാക്കോബ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പോയത് പരദേശിയെ പോലെയല്ല, അവൻ പോയത് രാജാവിനെ പോലെയാണ്. ഇന്ന് രാത്രിക്കാലം ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് ശൂന്യതകളായിരിക്കാം, കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് എന്നും ശൂന്യമായിരിക്കാം, പൈസകളില്ലായിരിക്കാം. പക്ഷെ സുവിശേഷം നിമിത്തം നീ ഇറങ്ങിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നീ കേട്ട ദൂതുകളും നിന്നോട് സംസാരിച്ച പ്രവചനങ്ങളും ആമേൻ സ്തോത്രം ഏതൊരു കാലഘട്ടത്തിന്റെ നടുവിലും നിന്നെ നിന്റെ തലമുറകളെ ഉയർത്തുവാൻ ആമേൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെങ്കിൽ ആമേൻ സ്തോത്രം, ഇന്ന് രാത്രികാലം നിന്നോട് സംസാരിച്ച ദൂതുകളും നിന്നോട് സംസാരിച്ച പ്രവചനങ്ങളും അവ നിവർത്തിയാകുന്ന സമയമാണ്. 2026 2-ാം മാസത്തിൽ ഈ 17-ാം തീയതി നീ സൂം മീറ്റിങ്ങിനകത്ത്, പ്ലാറ്റ്ഫോമിനകത്ത് നീ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കും നിന്റെ തലമുറകൾക്കും ചില യാത്രകൾ, ചില വിദേശ യാത്രകൾ ഒരുങ്ങുന്നുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ചില പുറപ്പാടുകൾ, പ്രൈസ് ദി ലോർഡ്, ശേഖേം എന്ന് പറയുന്ന ദേശത്തിന്റെ അകത്ത് ജോസഫിന്റെ അസ്ഥികളെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസ്ഥിയെ ചവിട്ടി ആ മണ്ണിന്റെ അകത്ത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിന്നോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നത് നിന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിക്കാലം നിന്നെയും നിന്റെ തലമുറകളെയും അനുഗ്രഹിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം നിമിത്തം ഞാൻ ഇറങ്ങിക്കപ്പെട്ടു. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, സുവിശേഷം നിമിത്തം ഞാൻ ആമേൻ സ്തോത്രം ചെയ്യപ്പെട്ടെങ്കിലും ആമേൻ ഞാൻ ഇന്നും താമസിക്കുന്നത് ആമേൻ ഫെയ്ത്ത് ഹോമുകളിലാണ്. സ്വന്തമായി ഒരു ഭവനം എനിക്കില്ല. എന്റെ മക്കൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, പലപ്പോഴും ചില ആമേൻ ദൈവദാസന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ആ ചോദ്യത്തിന് വിരാമം കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതാണ്, നിനക്കും നിന്റെ തലമുറകൾക്കും രാജകീയമായി, പ്രൈസ് ദി ലോർഡ്, രാജകീയമായി ചില രഥങ്ങളുടെ നന്മകളെ കാണുവാൻ, പ്രൈസ് ദി ലോർഡ്. കനാൻ ദേശത്തിൽ ആമേൻ സ്തോത്രം അവൻ കണ്ട ദർശനത്തിന്റെ പേരിൽ ആമേൻ സ്തോത്രം പൊട്ടക്കുടിയിൽ ഇറങ്ങുമ്പോൾ 13 വർഷം കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ശ്രദ്ധിക്കണമേ, യാക്കോബെ, നിന്റെ കണ്ണിലെ ജോസഫ് മരിച്ചിട്ടുള്ളൂ, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അവൻ രാജാവാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കണ്ണിൽ ആമേൻ സ്തോത്രം ജോസഫ് രാജാവാ. അങ്ങനെങ്കിൽ ആമേൻ സ്തോത്രം അവന്റെ രഥത്തിന്റെ ചക്രം പോലും ഒരുക്കിയിട്ടായിരുന്നു അവനെ കനാൻ ദേശത്തിലേക്ക് ദൈവം പ്രവേശിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു സന്ദേശമാണ്, ഈ ഒരു ദൂതാണ് തന്റെ മരണക്കടക്കയിൽ തന്റെ മക്കളോട് അല്ലെങ്കിൽ തന്റെ സഹോദരന്മാരോട് ജോസഫ് ശപഥം ചെയ്യുന്നത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തു സന്ദർശിക്കുമെന്നാണ് അതിന്റെ അകത്ത ദൂതുകൾ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൂതാണ്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആമേൻ ദൈവാത്മാവ് അനുഗ്രഹിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വാസമുള്ളവർ ഒരിക്കൽ ആമേൻ കണ്ണുകളടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വാഗ്ദത്തങ്ങളും വിശ്വസ്തനും വാക്കുമാറാത്തനുമായിരിക്കുന്ന സ്വർഗീയ നല്ല രാജാവേ, കർത്താവെ, പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തന്നിരിക്കുന്ന തിരുവഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്ര സമയം പ്രസംഗിക്കുവാനും ആമേൻ വചന ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മ ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇനിയും ഈ സൂം മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. കർത്താവ് വഴികളെ ഒരുക്കണം. സാമ്പത്തിക നന്മയുടെ വഴികളെല്ലാം അവർക്ക് ഒരുക്കണമേ. എല്ലാ കർത്താവ് മക്കൾക്കായി കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന നേതൃത്വം നിലയിൽ നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രാർത്ഥനയാചനമെല്ലാം കേട്ടിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായിരിക്കുന്ന നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ വിളിച്ച പ്രിയർത്താവിന്റെ ദാസിയോട് നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.